ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മൈലാഞ്ചി ഇടുന്ന തലേ ദിവസത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നെയ്ബറിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് മൈലാഞ്ചി ഇല കൊടുത്തിട്ട് അരച്ചാണ്, മിക്സിയിലിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പം അമ്മക്കൊരാഗ്രഹം ഇങ്ങനെ കയ്യിൽ ഇടാൻ. കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ ഇതുപോലെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വെളിഞ്ഞീരും കൊണ്ട് ചക്കയുടെ പശ കൊണ്ട് കയ്യിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൈലാഞ്ചി ഇടാൻ പണ്ടത്തെ പോലെ എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കയ്യിലൊക്കെ തൊപ്പിയിട്ട് കൊടുക്കുകയാണ്. കയ്യിൽ വിരൽ നഖത്തിലൊക്കെ ഇങ്ങനെ തൊപ്പിയിടാന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെയാണ് കേട്ടോ വെളിഞ്ഞിനെ ഉരുക്കിയിട്ട് ഒരു പഴയ ചട്ടിയൊക്കെ എടുത്തിട്ട് മൺചട്ടിയൊക്കെ എടുത്തിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കയ്യിലിങ്ങനെ ഡോട്ടാക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മോനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഈ പെരുന്നാൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലായത് കൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും വരും കേട്ടോ. പെരുന്നാൾ സമയത്ത് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഇങ്ങനെ എളാപ്പര മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അവരൊക്കെ വീട്ടിൽ എന്തുണ്ടാക്കി പായസം ഉണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ടാണ് അവർ പോവാറ്. ഈ പ്രാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ പ്രാവശ്യം വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ മെഹന്തി ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല രസമായിരുന്നു, നല്ല ചുവപ്പായിരുന്നു കേട്ടോ അരച്ച മൈലാഞ്ചി ഇട്ടിട്ട്. പിന്നെ ഇതാ അന്ന് രാവിലെ പെരുന്നാളിൻ്റെ രാവിലെ ഇതാ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പായസമൊക്കെ ഉണ്ടാക്കി അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തക്ബീറൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കിയ ശേഷം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്. തലേന്ന് ഞങ്ങൾ മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പായസം, പിന്നെ പപ്പടം, അച്ചാർ, സലാഡ്. ഇതായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഫുഡ്.
വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പെരുന്നാളായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഓടി കളിക്കുന്നുണ്ട്, അതിനുള്ളിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എളാപ്പാൻ്റെ മോളും നാത്തൂനൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ വലിയ എളാപ്പാൻ്റെ വീട്ടിലൊക്കെ കയറി. പിന്നെ അവർ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ സ്കൂൾ ഞങ്ങൾ പഠിച്ച AKMHS 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് പോകുന്ന ശേഷം അനിയൻ്റെ മീറ്റിങ്ങിന് പോയത് ചെറുതായിട്ടൊന്ന് ഓർമ്മ ഉണ്ട്. അതിനുശേഷം അവിടെ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് സ്കൂളൊക്കെ ഈ സൈഡ് ഭാഗമൊക്കെ കണ്ടിട്ട് നമുക്ക് പോരാന്ന് പറഞ്ഞ് ഗേറ്റൊക്കെ ക്ലോസ് ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സൈഡിലൂടെ അങ്ങനെ സ്കൂളിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ട് ആ ഭാഗം കാണാനും പോകാനൊന്നും പറ്റില്ല. ആ സൈഡിൽ കൂടി ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു. നല്ല നട്ടുച്ചയായിരുന്നു കേട്ടോ, നല്ല ചൂടും ഉണ്ടായിരുന്നു, മഴയില്ലാത്തതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഇതാ ഞങ്ങൾ പണ്ടൊക്കെ തറവാടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് ഒരു ചോലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുളിക്കാൻ പോവാണ്. അപ്പോൾ മക്കളൊക്കെ താത്താൻ്റെ മക്കളൊക്കെ വന്ന് അവരൊക്കെ അങ്ങനെ പോവാന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ പോയതായിരുന്നു. നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിറഞ്ഞൊഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഒഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ മഴ നിന്ന ശേഷം ഇതാ ചെറിയ കലക്കൊക്കെ വെള്ളമുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ചാടിയിട്ട്. അപ്പോൾ മോനെയും കൊണ്ടും താത്താൻ്റെ മക്കളും താത്തയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി നാത്തൂനൊക്കെ കൂടി ഇതാ ചോലയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ മോന് പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.